2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപപരിഹാരത്തിനായി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. കച്ചിരുമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് മുൾക്കിരീടധാരിയായി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ഈ രക്ഷകനായി സ്വീകരിക്കുന്നുണ്ടോ? മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് പക്ഷവാദം ചെയ്യുകയും വേഗം വരുമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ ആഷ്ലി വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരെ യേശു കർത്താവിന്റെ കൽപ്പനയാണ്. വിശ്വസിക്കുന്നവരെ പിതാവാം ദൈവത്തിന്റെയും പുത്രനായ ക്രിസ്തു യേശുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നുള്ള ആ കർത്താവിന്റെ കൽപ്പന അടിയന് നൽകിയ അധികാരത്തിൽ നിന്നുകൊണ്ട് ആമേൻ ദൈവത്തെയും ദൈവവചനത്തെയും ആമേൻ ദൈവദൂതന്മാരെയും ദൈവസഭയും സാക്ഷി നിർത്തി പിതാവാം ദൈവത്തിന്റെയും പുത്രനായ ക്രിസ്തുയേശുവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആഷ്ലിയെ സ്നാനപ്പെടുത്തുകയാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, ജീവകിരീടം പ്രാപിക്കും. വിശുദ്ധാത്മാവെ പൈതലിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പൈതലിനെ നിറയണം. അഭിഷേകത്താൽ നിറയ്ക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന തലമുറയാണ് അതിനെ അഭിഷേകം ചെയ്യാം. ജയം ജയം